ഇനി ശ്രീകാന്ത് എന്നെയും കൂട്ടി എവിടെയും പോകണ്ട. ഞാൻ ഇനി ശ്രീകാന്തിന്റെ കൂടെ വരുന്നില്ല. പോരെ? ശ്രീകാന്ത് ഇന്ന് വരെ ലേറ്റ് ആവുന്നല്ലേ പറഞ്ഞ്. ഞാൻ ഉറങ്ങാൻ പോവാ. ശ്രീകാന്തിന് വേണ്ടി കാത്തിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ശ്രീകാന്ത് വിളിച്ചാൽ ഞാൻ വാതിലും തുറക്കില്ല. നീ വരാന്തയിലെ മറ്റോ കിടന്നോ. ഹലോ ഹലോ അയ്യോ വർഷം ഹലോ അയ്യോ അവള് പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യോ? ഇനിയിപ്പോ വരാന്ത കിടക്കേണ്ടി വരുമോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ദേവതരത്തെ വിളിച്ചു നോക്കാം. പറ ശ്രീകാന്ത്. ഏടത്തെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്ത് ഹെൽപ്പ്? പറ. അതെ, ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. ഞാൻ ഈ കാര്യം വർഷം വിളിച്ച് പറഞ്ഞപ്പോ അവള് പറയാ ലേറ്റ് ആയിട്ട് വന്നാൽ ഡോർ തുറക്കില്ലാന്ന്. എന്തോ ദേഷ്യത്തില അവള്. രണ്ടുപേരും കൂടി അടികൂടി കാണൂല്ലേ? നീ വരാതെ കിടന്നോ എന്നൊക്കെ അവള് പറയുന്നേ. അതെ, ഞാൻ വീട്ടിലെത്തിയ ഏടത്തെ വിളിക്കാം. അപ്പോ ഏടത്തെ ഡോറൊന്ന് തുറന്നു. നീ വിളിച്ചാ മതി, ഞാൻ ഡോറ് തുറക്കാം. പിന്നെ എടുത്തി സംസാരിച്ച് അവളുടെ ദേഷ്യം ഒന്ന് തണുപ്പിക്കണം കേട്ടോ. എങ്കിലേ ധൈര്യത്തോടെ എനിക്ക് വീട്ടിലേക്ക് വരാൻ പറ്റൂ. ശരി ശരി, ഞാൻ ഏറ്റു. താങ്ക്സ് എടുത്തി. ശരി ശ്രീകാന്ത്. രേതു ചേച്ചി, പക്ഷെ ഡിന്നർ ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലായിരിക്കും അല്ലേ? അതെ. ചേച്ചി, ശ്രീകാന്തിന് രാത്രി ഫുഡ് വേണ്ട കേട്ടോ. അറിയാം, അവൻ എന്നെ വിളിച്ചായിരുന്നു. ലേറ്റ് ആയി വന്നാ ഡോർ തുറക്കില്ലെന്ന് നീ അവനോട് പറഞ്ഞോ? അത് ഉടനെ തന്നെ വിളിച്ച് അവൻ ചേച്ചിയോട് കംപ്ലൈന്റ് പറഞ്ഞല്ലേ. അവൻ കൂട്ടുകാരുടെ കൂടെ പോയി കറങ്ങാൻ പോയിട്ട് ലേറ്റ് ആയി വരുന്നതല്ലോ. ജോലി തിരക്കുള്ളതുകൊണ്ടല്ലേ ലേറ്റ് ആവുന്നേ. ചേച്ചി, ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ശ്രീകാന്ത് ലേറ്റ് ആയിട്ടാ വരുന്നത്. ചോദിക്കുമ്പോ ഓരോ എക്സ്ക്യൂസ് പറയും. അതാ എനിക്ക് ദേഷ്യം വന്നത്. അവൻ വന്നാ പിന്നെ ചേച്ചി വാതിലൊന്നും തുറന്നു കൊടുക്കരുത് കേട്ടോ. നിന്റെ ദേഷ്യം തണുപ്പിക്കാന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു. നീ തന്നെ അവന് വാതില് തുറന്നു കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ ചെവി ഞാൻ പിഴുത് ഉപ്പിലിടും. പിന്നെ സച്ചേണ്ണ ഇന്ന് രാത്രി വരില്ല. ദൂരെ ട്രിപ്പ് പോയിരിക്കുക. വീട്ടിലെത്താൻ രാവിലെ ആവുന്നു. അപ്പൊ ഇന്ന് ചേച്ചി വെച്ചിക്കാണല്ലേ? അപ്പൊ ഇന്ന് നമ്മുടെ നൈറ്റാ. ഫുഡ് കഴിച്ചതിന് ശേഷമേ നമുക്കൊരു സിനിമ ഉണ്ടല്ലോ ചേച്ചി. സിനിമയോ? ഞാൻ കുറച്ചായി സിനിമയൊക്കെ കണ്ടിട്ട്. ചേച്ചി, ഒരു പുതിയ പ്രേത സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അയ്യോ, പ്രേത സിനിമയോ? പ്രേത സിനിമ ആവുമ്പോഴേ കാണാൻ നല്ല ത്രില്ലുണ്ടാവുമല്ലോ. അതൊന്നും വേണ്ട, എനിക്ക് പേടിയാവും. അത് കണ്ടാ പിന്നെ ഉറങ്ങാനൊന്നും പറ്റില്ല. പേടിയോ? പേടിക്കൊന്നും വേണ്ട, ഞാനില്ലേ കൂടെ. എന്റെ ചാനല് നമുക്കൊന്നിച്ചിരുന്ന് കാണാം. വേണം. ഹസ്ബൻഡ്സ് കൂടെ ഇല്ലാത്ത ഈ നൈറ്റ് നമ്മള് പ്രേത സിനിമ കണ്ട് എൻജോയ് ചെയ്യും. ആദ്യം ഫുഡ് കഴിക്കുന്നു, പിന്നെ ഫിലിം കാണുന്നു. ഓക്കെ? പക്ഷെ എനിക്ക് പേടി ചേച്ചി. കാണ്, എന്നെ രസമുണ്ട് ചേച്ചി. നോക്ക് ചേച്ചി. എനിക്കിടുന്ന് പേടിക്കരുത് ചേച്ചി. ഇങ്ങനെ പേടിച്ചാലോ? അയ്യോ, എനിക്ക് കാണണ്ട വർഷേ. ആണിത് ഇൻട്രസ്റ്റിംഗ് അല്ലേ? എന്നെ വീട് വർഷേ, എനിക്കിനി കാണണ്ട. മതി. രാത്രി ഇന്ന് പകലൊന്നുമില്ലാതെ ഒറ്റയ്ക്ക് എവിടെയൊക്കെ പോകുന്ന ആളാ. ധൈര്യമായിട്ടിരിക്കെ. വർഷേ, ഞാൻ പ്രേത സിനിമ കാണാറില്ലടി. ഇതൊന്നും കണ്ട് എനിക്ക് ശീലമില്ല. എനിക്ക് പേടിയാവുന്നേ. അയ്യോ ചേച്ചി, അത് ആന്റിയാ. എന്താടി, എന്നെ കണ്ട പ്രേതത്തെ പോലെ തോന്നുന്നുണ്ടോ? നട്ടെ പാതിരക്ക് എന്താ പരിപാടി ഇവിടെ? എന്തൊരു ബഹളാ ഇത്? ആന്റി, ഞങ്ങളൊരു സിനിമ കണ്ടതാ. സിനിമ കാണേണ്ട സമയമാണോ ഇത്? ഓർക്കം വരുന്നില്ല ആന്റി, അതാ സിനിമ കണ്ടത്. സിനിമ കാണുമ്പോ എന്തിനെങ്കിലും ഒച്ച വെക്കുന്നേ? പ്രേത സിനിമയാ കണ്ടത്. രേതു ചേച്ചി പേടിച്ച് നിലവിളിച്ചതാ. പ്രേത സിനിമ കാണുമ്പോ ഇവക്ക് പേടിയോ? ഇവിടെ തന്നെ ഒരു കുട്ടിബോധമല്ലേ? ഇവിടെ തന്നെ പ്രേതത്തെ കണ്ട് പേടിക്കുന്നത്. എന്താ ആന്റി ഇങ്ങനെയൊക്കെ പറയുന്നേ? ചിലർക്ക് പേടി ഉണ്ടാവും. എന്താ ആന്റിക്ക് പ്രേതത്തെ ഒന്നും പേടിയില്ലേ? പ്രേതത്തെ പേടിയോ? ഞങ്ങളുടെ ചെറുപ്പത്തിലെ അമ്മ ഞങ്ങൾക്ക് പ്രേതകഥ പറഞ്ഞു തരുമായിരുന്നു. മറ്റു കുട്ടികൾ പേടിച്ച് കരയുമ്പോ ഞാനേ ചിരിക്കുമായിരുന്നു. കുട്ടിയായിരിക്കുമ്പോ പോലും പ്രേതത്തെ പേടിയില്ല. പിന്നെയല്ലേ ഇപ്പൊ ഏത് പാതിരാത്രിയിലും ചന്ദ്രപതി ഒറ്റയ്ക്ക് പോകും, ഒറ്റയ്ക്ക് വരും. ഒന്നിനെയും പേടിയോ ഇല്ല. എന്റെ മുന്നിലെങ്ങനെ പ്രേതം വന്നാലേ ഒറ്റയടിക്ക് ഞാൻ അതിന്റെ കഥ കഴിക്കും. ഇവിടെ പ്രേതത്തെ പിടിച്ചൊടിച്ച് നിലവിളിക്കുന്നു. നാണം ഉണ്ടോടി നിനക്ക്? സിനിമ കണ്ടതൊക്കെ മതി, മറ്റുള്ളവർക്ക് ഉറങ്ങണം. പോയി കിടക്ക്. പ്രേതത്തെ പേടിയാണ് അത്ര പേടി. കുഞ്ഞുങ്ങളെ പോലെ കരയുന്ന. എന്തിന് കൊള്ളാടി നിന്നെയൊക്കെ? ചില സമയത്ത് നോക്കിലോ വർത്താനം കേട്ടലുണ്ടല്ലോ, എന്തെങ്കിലും കുറച്ച് കൊല്ലാൻ തോന്നും. ചേച്ചി, എന്തൊക്കെയാ ആന്റി പറയുന്നേ? ചേച്ചി കുട്ടിബോധന്നൊക്കെയല്ലേ വിളിച്ചേ? ഇതിനു മുന്നേ എന്തൊക്കെ വിളിച്ചേക്കുന്നു? ഇതൊന്നും അല്ല പക്ഷെ. ആന്റി പറഞ്ഞില്ലേ ആന്റിക്ക് പ്രേതത്തെ പേടിയില്ലാന്ന്. പേടിയുണ്ടോ നമുക്ക് നോക്കാം. എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ രാത്രി ഞാൻ അവരെ പേടിപ്പിച്ചിരിക്കും. അയ്യോ, ഒന്നും വേണ്ട, അമ്മ ഉറങ്ങിക്കോട്ടെ. ചേച്ചിയെ കുട്ടിബോധം വിളിച്ചല്ലേ അവരെ അങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റില്ല. കാണിച്ചു കൊടുക്കണം. വേണ്ട പക്ഷേ. വേണം, വാ ഇങ്ങോട്ട്. ഇന്ന് അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വാ. വേണ്ട പക്ഷേ. ചേച്ചി വാ. പക്ഷേ ആ ചേച്ചി, പക്ഷെ വേണ്ട പക്ഷേ. ഇന്ന് കാണിക്കാൻ പോകുന്നേ? വെയിറ്റ് ആൻഡ് സീ. പക്ഷേ ഇതൊന്നും വേണ്ട. ഇണ്ടാതിരിക്കും, ഞാൻ പറയുന്ന കേക്ക് ചേച്ചി. പക്ഷെ ഞാൻ പറയുന്ന കേൾക്കുന്നൊന്നും വേണ്ടെന്നേ. ഒരു ശബ്ദം. പ്രീത സിനിമയുടെ സൗണ്ട് എഫക്ട്സ് ഞാൻ കേൾപ്പിക്കാൻ പോവാ. അമ്മ എന്നെ ചേച്ചി പേടിക്കാതിരിക്കേ. ചന്ദ്രൻ ഉറങ്ങാൻ നോക്ക്. ഞാനല്ല മനുഷ്യ ചിരിക്കുന്നേ, വേറെ ആരോ. അയ്യോ, ആരാ ഇങ്ങനെ ചിരിക്കുന്നത്? ഇതെന്തൊരു ഉറക്കമാ? പക്ഷെ വേണ്ട, പക്ഷെ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ട്. പക്ഷെ വേണ്ട, അമ്മ ഇപ്പൊ ഇറങ്ങി വരും. ഇത് പ്രശ്നമാവും.
ആരാന്ന് പറ. എന്റെ വീടാണെന്ന് പറഞ്ഞില്ലേ? എന്റെ ആക്കലമ്മച്ചി എന്നെ കാത്തോളണേ. അയ്യോ അതൊക്കെ പോയി നോക്കാം. ഏ, ചന്ദ്രേ, ഇതെന്റെ വീടാണ്. ആരാന്ന് പറ. നിങ്ങൾ ആരാ? പക്ഷെ വേണ്ട, ചന്ദ്രേ, ഇതെന്റെ വീടാ. അവകാശം പറഞ്ഞാലുണ്ടല്ലോ. ഇതെന്റെ വീടാ. ഇതെന്റെ വീടാണെന്ന് പറഞ്ഞില്ലേ? വെളിയിൽ പോയി ഇവിടുന്ന് പോ. വീട്ട് എഴുന്നേക്ക്. ആര് വന്നിട്ടുണ്ട്? നിന്റെ സ്വന്തക്കാരെങ്കിലും ആയിരിക്കും വന്നേക്കണേ. ഇതാണെന്ന് സ്വന്തം. അതാ പറഞ്ഞത് നിന്റെ സ്വന്തക്കാരായിരിക്കും. വെളിയിൽ പോവാനല്ലേ പറഞ്ഞേ? പോവില്ല. കാല് വെളിയെ കാണിക്കണ്ട. തലവഴി മുടി പോച്ചിരിക്കാൻ. പക്ഷെ വേണ്ട. ചേച്ചി വിട്ട്. ഇപ്പൊ മനുഷ്യൻ മരിച്ചാലേ പാദസരത്തിന്റെ ശബ്ദമല്ല. ആരെന്നെ ഇതേതോ പാദസരം വിട്ട പ്രേതാണെന്നേ. എനിക്ക് പേരുണ്ട്. അയ്യോ, പ്രേതം തന്നെയാടാ. അയ്യോ, അമ്മ ഇവിടെ ഉള്ളപ്പോ ആ പ്രേതം എങ്ങനെ വന്നമ്മേ? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അമ്മ അതല്ല, അമ്മയെ പോലൊരു ധൈര്യശാലി ഇവിടെ ഉള്ളപ്പോ പിന്നെ എന്ത് ധൈര്യത്തിൽ ആ പ്രേതം ഇവിടെ വന്നു എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഇതെന്റെ വീടാണ്. ഇറങ്ങി പോ ഇവിടുന്ന്. അമ്മേ പോവാമേ, പോവില്ലെങ്കിലും ഇറങ്ങി പോവാം. ചോര വേണം, ചോര. എന്നെ കാണുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങളുടെ മുന്നിൽ തന്നെ ഞാനുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ നിങ്ങളുടെ ചോര കുടിക്കും. അയ്യോ നിന്നെ മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. ഇപ്പൊ രണ്ടെണ്ണത്തിനെയും കിട്ടി. അയ്യോ, ഈ രാത്രി എനിക്ക് കുശാലായി. അത് അമ്മയുടെ ചോര കുടിച്ചാ പോരെ? എന്റെ ചോര കുടിക്കണോ? അല്ലെങ്കിൽ തന്നെ എനിക്ക് ചോരയില്ല. സത്യമായിട്ടും അമ്മയാണ്, സത്യമായിട്ടും എനിക്ക് ചോരയില്ല. കളി പക്ഷെ ആന്റി പേടിച്ച് വരച്ചല്ലേ? ആന്റി അല്ലേ പറഞ്ഞ പേടിയില്ലാന്ന്? ഓഹോ, ഇത് നിങ്ങൾ രണ്ടുപേരുടെ പണിയായിരുന്നല്ലേ? ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്താൽ ആരായാലും പേടിച്ചു പോകില്ലേ? നിങ്ങൾ രണ്ടും കൂടെ കളിക്കാണോ? ഒറ്റ അടി വെച്ചൊന്നുമില്ലല്ലോ. എന്റെ പണിയാണല്ലേ ഇത്? ഞാന് ആന്റി ചേച്ചിയുടെ മെക്കെട്ട് കയറണ്ട. ഞാൻ എങ്ങനെയൊക്കെ ചെയ്ത് വെറുതെ ഒരു തമാശക്ക് വേണ്ടി ചെയ്തതാ. നിനക്ക് ഇതൊക്കെ തമാശ. എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നേനെ. നിന്റെ വഴക്ക് പറഞ്ഞതിന്റെ ദേഷ്യത്തിലല്ലേ ഇങ്ങനെ ചെയ്തേ? ആന്റി ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്റെ ഐഡിയ. ചേച്ചി വെറുതെ വഴക്ക് പറയണ്ട. അപ്പൊ ആന്റി ശരിക്കും പേടിച്ചല്ലേ? നന്നായി പേടിച്ചല്ലേ? എന്നാലും എന്റെ വർഷേ, പക്ഷെ ഞാൻ പറഞ്ഞല്ലേ പ്രശ്നമൊന്നു. വേണ്ട വേണ്ട പറഞ്ഞാലും നീ കേൾക്കില്ല. ചെയ്തു നീ വഴക്കിരിക്കും. ഇനി കുറച്ചു ദിവസം എനിക്ക് ചെവി പൊത്തി നടക്കുക, അത്ര തന്നെ. ഏയ് ഇനി പേടിച്ചിട്ട് അവർ നമ്മുടെ മുന്നിൽ പോലും വരത്തില്ല. വാ ചേച്ചി, നമുക്ക് പോവാം. ഓ സച്ചൻ എന്താ വരാത്തെ? ആ വന്നോ? എവിടെയായിരുന്നു? ഇതെന്നെ വിളിക്കാൻ തുടങ്ങായിരുന്നു. അല്ല ഇതെന്താ കണ്ണൊക്കെ ചുവന്നിരിക്കുന്നത്? അല്ല ക്ഷീണമുണ്ടല്ലോ. എന്താ പറ്റിയേ? നൈറ്റ് ഫുള്ള് കാർ ഓടിക്കായിരുന്നില്ലേ? റോഡ് സൈഡില് വണ്ടി ഒതുക്കി എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങായിരുന്നില്ലേ? യാത്രക്കാരെ കാറിലിരുത്തി ഉറങ്ങാൻ പറ്റുമോ? അവരെ എത്തിക്കേണ്ട സമയത്ത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കണ്ടേ? ഉറക്കൊഴിയുന്നത് ശരീരത്തിന് അത്ര നല്ലതൊന്നുമല്ല. അതൊക്കെ എനിക്കറിയാം. ഇങ്ങനെയൊക്കെ ജോലി ചെയ്താലേ കയ്യിൽ വല്ലതും വരൂ. ഇത് ഞാൻ ഓടിയ കാശ്. ഇതാ ഇത് കാർത്തികാണ് വാടക. കാശുണ്ടാക്കാൻ വേണ്ടി ഉറക്കൊഴിഞ്ഞുള്ള ഈ ഓട്ടൊന്നും വേണ്ട. പകൽ വണ്ടി ഓടിച്ചാൽ മതി. നമുക്ക് പെട്ടെന്ന് മുറി കിട്ടണ്ടേ? അപ്പൊ കഷ്ടപ്പെടേണ്ടിയൊക്കെ വരും. അതിനിങ്ങനെ വിശ്രമം ഇല്ലാതെ ജോലി ചെയ്യുന്നു വേണ്ട. രാത്രി ഭക്ഷണമെല്ലാം കഴിച്ചായിരുന്നോ? കഴിച്ചിരുന്നു. അല്ല എന്നെ പറഞ്ഞല്ലോ. നിന്റെ കിടന്ന കവന്നിരിക്കുന്നത് ഉറങ്ങിയില്ലേ? രാത്രി പൂ വെക്കാൻ പോയിരുന്നോ? ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. എന്തോ ഉറക്കം വന്നില്ല. ഞാൻ അടുത്തില്ലാത്തോണ്ടായിരിക്കും അല്ലേ? അതുകൊണ്ടൊന്നല്ല. രാത്രി വർഷം എന്നെ ഒരു പ്രേത സിനിമ കാണിച്ചിരുന്നു. ഞാൻ ഹോളിൽ തന്നെയാ കിടന്നത്. പേടിച്ചിട്ടാണെങ്കിൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്തിനാ പേടിക്കുന്നത്? എന്റെ അമ്മ ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരു പ്രേതവും ഇങ്ങോട്ട് വരത്തില്ല. ചുമ്മാ ഓരോന്ന് പറയല്ലേ. അമ്മ കേട്ടാ പിന്നെ അത് മതി. ഇന്നലെ രാത്രി പ്രേതത്തെ പോലെ ചിരിക്കുന്ന ശബ്ദമൊക്കെ ഉണ്ടാക്കി വർഷ അമ്മയെ പേടിപ്പിച്ചിരുന്നു. അതാണെങ്കിലോ ആകെ പ്രശ്നമായി. വർഷയാ പേടിപ്പിച്ചത്. പക്ഷെ അമ്മ കൂടുതൽ വഴക്ക് പറഞ്ഞത് എന്നെയും. പക്ഷെ ആള് കൊള്ളാലോ. അമ്മ നന്നായിട്ട് പേടിച്ചോ? പേടിച്ചു വിറച്ചു. അതൊന്ന് കാണാനുള്ള ഭാഗ്യമില്ലാതെ പോയല്ലോ എനിക്ക്.